ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഫ്രൈ ആണ് കേട്ടോ. അതും ചക്കക്കുരു വെച്ചിട്ട്. ചക്കക്കുരു ഇപ്പോൾ ചക്കൻ്റെ കാലാണ്, അപ്പോൾ കുരുക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഡിഷ് ഉണ്ടാക്കാൻ ശ്രമിക്കൂലേ, അതിലൊന്നാണിത് കേട്ടോ. അതിന് വേണ്ടി ചക്കക്കുരുൻ്റെ മുകൾ ഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി മുറിച്ചെടുത്തിക്കണ്. ഇനി ഇതിൻ്റെ മുഖത്ത് ഒരു കാപ്പി കളർ തൊലിയുണ്ട്, അതൊരിക്കലും കളയരുത്. അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് വേവിക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ കേകി മുറിച്ചെടുത്ത് ചക്കക്കുരൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിക്കണേ. ഇനി നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചത് നല്ല തീയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ചക്കക്കൊരു പകുതി മുക്കാലൊന്ന് വെന്തിക്കണേ. ഇപ്പോൾ അതിൽ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് ഓരോരോ തീയിൻ്റെ സ്പീഡ് അനുസരിച്ചും അതേപോലെ ചക്കക്കുരിൻ്റെ വേവിനനുസരിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അത്യാവശ്യം പകുതി മുക്കാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കണേ. നമ്മൾ ചക്കക്കുരു എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചിടണമെങ്കിൽ നിസ്സാരമായിട്ട് ഇതുപോലെ ഒന്ന് മുറിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചക്കക്കുരുക്കെ ഒന്ന് വെന്തിക്കണം കേട്ടോ. ഇനി നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം വേറെ ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നല്ലോണം ചൂടായി വരുമ്പം അതിലേക്ക് നല്ലോണം ചെറിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നവർക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാകും. ചിലർക്ക് ചക്കക്കുരൊക്കെ തിന്നാൽ ഗ്യാസിൻ്റെ പ്രശ്നമാകും. അപ്പോൾ ഈ ഒരുപാട് വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതുപോലെ നല്ലൊരു ഗോൾഡൻ നിറാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഫുള്ളായിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വറ്റാനും വേണമെങ്കിൽ തീ സ്പീഡ് കൂട്ടിന് ശേഷം ചക്കക്കുരു നല്ലോണം ഇളക്കി കൊടുക്കുക. ഉടയാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ നമ്മൾ അടിപൊളി ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആക്കണം. വളരെ സിമ്പിളിൽ ഉണ്ടാക്കാൻ, ടേസ്റ്റ് ആണെങ്കിലും അപാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനിയും വരട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.